ഹലോ. ഇവിടുത്തെ മക്കളുടെ സ്കൂൾ പ്രൊജക്റ്റിനായിട്ട് ഒരു ട്രീ ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ പേപ്പർ കട്ടറാട്ടോ. പക്ഷെ നല്ല ഷാർപ്പായിരുന്നു. ഇത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ടേബിളിൽ നിറയെ സ്ക്രാച്ചസ് ഒക്കെ വീഴുന്നുണ്ടായിരുന്നു. സോ അടിയിലൊരു ഫോം ബോർഡ് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ എപ്പോഴും കാർഡ് ബോർഡിൽ ട്രീയുടെ ഷേപ്പ് കട്ട് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുത്തിട്ടാട്ടോ ട്രീ ഉണ്ടാക്കി കൊടുക്കല്. അപ്പൊ ഇന്ന് ഒരു വെറൈറ്റിക്ക് ക്ലേ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. ഇതിപ്പോ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാവുന്നൊന്നും എനിക്ക് അറിയില്ല. എന്നാലും വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രം. ആക്ച്വലി ഞാൻ ഈ ക്രാഫ്റ്റിംഗ് ചാനൽ തുടങ്ങിയത് തന്നെ ഇവർക്ക് ഇങ്ങനെ ഓരോ പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കാലത്തൊക്കെ എനിക്ക് ക്രാഫ്റ്റിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഇപ്പൊ കിട്ടുന്ന പോലത്തെ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ഒന്നും അത്ര ഉണ്ടായിരുന്നില്ല. സോ നമ്മൾക്ക് ഈ ഇത് എവിടെ നിന്ന് കിട്ടും അങ്ങനെയൊന്നും അറിയാത്തത് കൊണ്ട് അത്രയും നമ്മളെ ഒന്ന് എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളൊരു ക്ലേ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ക്ലേ അവൈലബിൾ ആണ്. ഫോം ക്ലേ ഉണ്ട്, എയർ ഡ്രൈ ക്ലേ ഉണ്ട്, കോൾഡ് പോർസിലിൻ ക്ലേ ഉണ്ട്, സോയിൽ ക്ലേ ഉണ്ട്. പക്ഷെ പണ്ടൊക്കെ ഈ ക്രാഫ്റ്റിംഗ് ഐറ്റം എന്ന് പറയുമ്പോൾ തന്നെ മണ്ണ്, മുട്ടത്തോട്, ചിരട്ട അത്രയൊക്കെ തന്നെ. പറഞ്ഞു പറഞ്ഞ് നമ്മൾ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിലോട്ട് തിരിച്ചു വരാം. ആദ്യമായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് നമ്മൾ ട്രീയുടെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ട്രീയുടെ ഷേപ്പ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വേണം റൗണ്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്ത പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ കാർഡ്ബോർഡിൽ ഇതുപോലെ കുറച്ച് സെമി സർക്കിൾസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്രീനിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് വരുന്ന ഫോം ക്ലേ ആട്ടോ എടുത്തിരിക്കുന്നത്. എൻ്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രീനിൽ കുറച്ച് വൈറ്റ് ആഡ് ചെയ്തപ്പം ലൈറ്റ് ഗ്രീൻ കിട്ടി. അതുപോലെ തന്നെ ഗ്രീനിൽ കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്ത് ഡാർക്ക് ഗ്രീനും ചെയ്തെടുത്തു കേട്ടോ. പിന്നീട് ആ ക്ലേനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്ത് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ആ സെമി സർക്കിളിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ ഗ്രീൻ കളർ വെച്ച് കൊടുത്താലും മതി. പക്ഷേ ഈ ലൈറ്റ് ഗ്രീൻ ടു ഡാർക്ക് ഗ്രീൻ ആ കളർ ഗ്രേഡിയന്റ് വരുമ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും വിചാരിച്ചു. അപ്പൊ ഇതുപോലെ കുറച്ചധികം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ട്രീയുടെ സ്റ്റെമ്മിനായിട്ട് ബ്രൗൺ ക്ലേയും ഇതുപോലെ റോൾ ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ക്ലേ ഒന്ന് റോൾ ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് എടുക്കുന്നത് മാത്രമാണ് ഇതിൽ ചെറിയൊരു പണിയുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം സിമ്പിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സെമി സർക്കിൾസ് ഒക്കെ ഇതുപോലെ ആ ട്രീയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ട്രീയുടെ ബ്രാഞ്ചസും അതിന്റെ ലീവ്സ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ വീട്ടിൽ തൊട്ട വീട്ടിലൊരു പട്ടിയുണ്ട് കേട്ടോ. ഞാൻ എന്ന് റെക്കോർഡ് ചെയ്യാൻ വന്നിരിക്കുന്ന അപ്പം ആ പട്ടി കഴിക്കാൻ തുടങ്ങും. പിന്നെ ആ പട്ടിയുടെ കൊല മാനേജ് റെക്കോർഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ വീഡിയോ ഇന്നൊന്നും നടപടിക്കാവില്ല കേട്ടോ. അതാണ്. അപ്പം ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ നമ്മുടെ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ ഞാൻ ഉദ്ദേശിച്ച അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. എന്നാലും കാണാൻ നല്ല ഭംഗിയെല്ലാം ഉണ്ട്. എന്തായാലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് വാളിൽ വെച്ച് നോക്കിയതാണ്. അപ്പം കാണാൻ രസമുണ്ട് കേട്ടോ. ഇപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.